ശിബാദെ, നമ്മുടെ മൂന്നുവഴിയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു സന്തോഷത്തിൻ്റെ നിമിഷമാണ്. കാരണം നമ്മളെല്ലാവരും ഒരു സമയത്ത് ഇല്ല എന്ന് കരുതിയ ഒരടിപ്പാത നമുക്കിന്ന് തുറന്നു കിട്ടിയൊരു ദിവസം. നമ്മളിന്ന് അതിൽ കൂടെ സഞ്ചരിച്ചു, നമ്മളെല്ലാവരും ഇന്ന് സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ആഘോഷം ചെറിയ രീതിയിൽ വെടിക്കെട്ട് പോലെയൊക്കെ നമ്മൾ നടത്തി. ഇതിൻ്റെ സമരത്തിൻ്റെ ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നിനക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? 2022 നവംബറിലാണ് എന്നുകൊണ്ട് ഇതിനെ കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അന്നത്തെ വ്യാപാരി വ്യവസായി പ്രസിഡൻ്റായിരുന്ന റഫീഖ ഇതിൻ്റെ ഒരു മീറ്റിംഗ് വിളിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും അറിയുന്നത് അവിടെ അടിപ്പാത ഇല്ല എന്നുള്ളതാണ്. കാരണം ആദ്യത്തെ ഒരു മാപ്പുകൾ വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് മൂന്നുടിയിൽ അവിടെ അടിപ്പാത ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ മാറിയെന്നറിയില്ല. അങ്ങനെ മീറ്റിംഗ് വിളിച്ചപ്പോൾ ഞങ്ങൾ അറിയുന്നത് ഇങ്ങനൊരു അടിപ്പാത അവിടെ ഇല്ല എന്നുള്ളത്. ആ മീറ്റിങ്ങിൽ ഞാനുണ്ടായിരുന്നു. ഈ അടിപ്പാത ഇല്ലാത്തൊരു സാഹചര്യം മൂന്നുടിയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നുടി ഇല്ല. മൂന്നുടി അതോടെ അവസാനിക്കുന്നു. ചിലപ്പോൾ വഴിയമ്പലോ അല്ലെങ്കിൽ പെരിഞ്ഞനോ ഡെവലപ്പോ ആയിരിക്കാം. പക്ഷേ ഒരു കാരണവശാലും മൂന്നുടിയെ പിന്നീട് അത് വളരില്ല എന്ന് അത് ഉറപ്പായതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വ്യാപാരി പ്രസിഡൻറ്റ് അതിന് മുന്നിട്ടിറങ്ങിയിട്ട് അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ അതിൽ നമ്മളെ രാഷ്ട്രീയ കക്ഷികൾ നമ്മളിവിടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മതസംഘടനകൾ, അതുപോലെ എല്ലാ രാഷ്ട്രീയ നമ്മളിവിടെ കുറേ സമരങ്ങൾ എനിക്ക് തോന്നുന്നു മൂന്നുടിയെ കണ്ട ഏറ്റവും വലിയ സമരമൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള മൂന്നുടിയിലെ എല്ലാ ആൾക്കാരും, എല്ലാ രാഷ്ട്രീയം എന്താ പറയുക, എല്ലാ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ മതസംഘടനകളും നാട്ടുകാരും എല്ലാവരും കൂടി ഒരുപാട് സമരങ്ങൾ, ചെറിയ ചെറിയ സമരങ്ങളൊക്കെ നടത്തിയതിൻ്റെ കൂടെ തന്നെ നമ്മളെ വ്യാപാരി പ്രസിഡൻറ്റ് അതിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം അത്രയും ഹാർഡ് വർക്ക്. എനിക്ക് തോന്നുന്നു ഞങ്ങളെല്ലാവരും വന്നില്ലെങ്കിലും 6 മണിയാകുമ്പോൾ മൂന്നുടിയിൽ പ്രിൻസ് ജ്വല്ലറി ഫ്രണ്ടിൽ ഇവരെല്ലാവരും ആ മൂപ്പര് കാത്തു നിൽക്കണ്ടാവും, ഞങ്ങളെ കാത്തു നിൽക്കണ്ടാവും. ഞങ്ങൾ ഓരോ ആൾക്കാർ വന്ന് 6:30 ആകുമ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുന്നത്. അത്രയും ടൈം എല്ലാ ദിവസവും ഇത് ഒരുവിധം ദിവസങ്ങളിലൊക്കെ ഇത് തന്നെയായിരുന്നു. 9 മാസത്തോളം ഈ ഒരു പരിപാടി തുടർന്നുകൊണ്ടേയിരുന്നു. ആ ഒരു ഹാർഡ് വർക്കിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അടിപ്പാത അനുവദിച്ച് കിട്ടിയത്. നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് നേതാക്കളും അല്ലെങ്കിൽ ഒരുപാട് അറിവുള്ളവരൊക്കെ കൂടി ഒരു വലിയൊരു സംവിധാനമായിരുന്നു നമ്മളെ ബീച്ച് റോഡ് സംരക്ഷണ സമിതി. ഇത് ഞങ്ങൾ MP-യുടെ അടുത്ത് MLA-യുടെ അടുത്ത് പോകുമ്പോൾ MLA-യുടെ അടുത്ത് മാത്രമല്ല കേട്ടോ, ഈ നമ്മളിവിടെ ഈ സമരങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ കൂടെ ഉണ്ടായിരുന്നതാണ്. ഇതുപോലെ നജീബ്, അതുപോലെ ആദ്യഘട്ടത്തിൽ MLA-യുടെ അടുത്തൊക്കെ പോകുമ്പോൾ MP-യുടെ അടുത്ത് പോകുമ്പോഴും ഷമീറൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് നജീബും ഞാനും ഒക്കെ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഉബൈദിക്കയും പോൾസേട്ടനും നമ്മുടെ റഫീഖൊക്കെ സ്ഥിരമായിട്ടുണ്ടാവും. അതിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ചേഞ്ച് ചെയ്ത് വരും നമ്മളെ സിറ്റുവേഷനൊക്കെ അനുസരിച്ച്. എങ്കിലും നജീബൊക്കെ സ്ഥിരമായിട്ടുണ്ടാവും എല്ലാ സമരങ്ങൾക്കായാലും നേതൃത്വം കൊടുക്കാനും. പിന്നെ അന്നത്തെ യൂത്ത് വിങ്ങിൽ ഞങ്ങൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നിന്നിരുന്നവരാണ്. അപ്പം അതിൻ്റെ പേരിൽ അന്നത്തെ യൂത്ത് വിങ്ങിൽ ഉണ്ടായിരുന്ന ആഷിം ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ 10-16 യൂത്ത് വിങ് അംഗങ്ങളുണ്ട്. എല്ലാവരും നല്ല സ്ട്രോങ് ആയിട്ട് കൂടെ നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇവിടെ VUP ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ഒരു കാഴ്ചപ്പാട്. അതും ശരിയായ കാഴ്ചപ്പാട് തന്നെയാണ്. കാരണം VUP വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് തീരദേശത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്താനൊക്കെ സാധിക്കും. പക്ഷേ നമ്മളെ തൊട്ടടുത്ത് തന്നെ 2 VUP ഉള്ളതിൻ്റെ പേരിൽ SUP അനുവദിച്ച് കിട്ടിയുള്ളൂ നമുക്ക്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 2ആയിട്ട് സ്പ്ലിറ്റായിരുന്നു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ. അവർ VUPക്ക് വേണ്ടി പിന്നീട് കുറേ ഹാർഡ് വർക്ക് ചെയ്തു. പക്ഷേ നമുക്കത് അനുവദിച്ച് കിട്ടിയില്ല. പക്ഷേ നമുക്ക് SUP കിട്ടി. SUP കിട്ടിയതിൻ്റെ ഒരു എന്താ പറയുക, നമുക്ക് അഭിമാനിക്കാമെന്ന് തന്നെ പറയാം. കാരണം നമ്മളെ മൂന്നുടിയെ ഇല്ലാതായി പോകുന്നൊരു സാഹചര്യത്തിലാണ് ഈ ഒരു അടിപ്പാത നമുക്ക് അനുവദിച്ച് കിട്ടിയത്. അല്ലെങ്കിൽ മൂന്നുടി ഇല്ല. അപ്പോൾ അത് ഇപ്പം കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. 300 ചില്ലാനം കടക്കാരുണ്ട്. അവരുടെ ജീവിതവും അതുപോലെ തന്നെ അവരുടെ ജീവിതം മുഴുവൻ അതിൽ നിന്ന് ഉള്ളതാണ്. അപ്പോൾ അതൊരു ഭാഗ്യമാണ് നമുക്ക്. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരുടെ ജീവിതം ചിലപ്പോൾ ഒരു 90% ആൾക്കാരുടെ ജീവിതം ചിലപ്പോൾ നശിച്ചു പോയനായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ ഒരു പരിധി വരെ ഈ പറഞ്ഞ അടിപ്പാത നമുക്ക് കിട്ടിയതിനാൽ
ഇവിടുള്ള ഒരുവിധം ആൾക്കാർ മറ്റു സ്ഥലങ്ങളിൽ കച്ചവടം മാറ്റിപ്പോവേണ്ട അവസ്ഥയിലേക്ക് എത്തേണ്ട അത് ഒഴിവായിട്ടുണ്ട് ഈ അടിപ്പാത കിട്ടിയാൽ. ഇനിയിപ്പോൾ VUPക്ക് പരിശ്രമിക്കുന്ന ആൾക്കാർ VUP കിട്ടുകയാണെങ്കിൽ തന്നെ അത് ഒരു നല്ല ഭാഗ്യമാണ്. പിന്നെ മാത്രമല്ല, നമ്മളിവിടെ മൂന്നുപിടിയിൽ തുടങ്ങേണ്ട പല സ്ഥാപനങ്ങളും തൊട്ടടുത്തുള്ള ടൗണിലേക്ക് മാറിയിരുന്നു. നമുക്കിവിടെ അടിപ്പാത വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇതുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പല തൊട്ടടുത്തുള്ള ടൗണുകളിലേക്ക് നമ്മൾ സ്ഥാപനങ്ങളൊക്കെ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു പല ആൾക്കാരും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വലിയൊരു ഭാഗ്യമാണ് ഇപ്പോൾ ഇത് കിട്ടിയത്. ചെറുതെങ്കിൽ ഈ SUP എന്ന ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയില്ല. ഒരാൾ ഒരു കാരണോ നമ്മൾ സാധാരണ ഈ കസ്റ്റമേഴ്സിന് വരാനായിട്ട് ഒരു തടസ്സമില്ലാത്ത സാഹചര്യം ഇപ്പം നിലവിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പിന്നെ വലിയ ഒരു ബിസിനസ് ടൗണുകളോ മറ്റുള്ളതോ തൊട്ടടുത്ത് വരില്ല എന്നുള്ളത് ഓക്കെയാണ്. കാരണം അവിടെയൊക്കെ ഒരു വലിയ ഡെവലപ്മെന്റ്സ് ചിലപ്പോൾ സാധ്യത ഉണ്ടാവില്ല. കാരണം അത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഭാവിയിൽ അതിന് നമുക്ക് വഴിയമ്പലത്തിൽ കൂടെ ആയാലും പെരിഞ്ഞനോ എനിക്ക് 600 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ അതിനും സാധ്യത കുറവൊന്നുമില്ല. എങ്കിലും നമ്മൾക്ക് മൂന്നുടിയ എന്നുള്ള നിലക്ക് മൂന്നുടിയ ടൗണിന് ഇത് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് നമ്മുടെ ഈ VUP. അപ്പോൾ അതിന് പ്രയത്നിച്ച വ്യാപാരി വ്യവസായിയുടെ അന്നത്തെ പ്രസിഡന്റിനും അതുപോലെ തന്നെ അന്നത്തെ കമ്മിറ്റിയും അതിനകത്ത് ഒരുപാട് 9 മാസം ചിലപ്പോൾ അന്ന് നമ്മുടെ വ്യാപാരി വ്യവസായിയുടെ കീഴിൽ നമുക്ക് വ്യാപാരികൾക്ക് കിട്ടേണ്ട സേവനങ്ങൾ ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. ഇതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ട് 9 മാസത്തോളം ഇതിന് സേവനം കിട്ടാനില്ല എങ്കിലും ചിലപ്പോൾ അങ്ങനെ സാധ്യത ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ എന്തൊക്കെ തന്നെ ആയാലും അന്നത്തെ പ്രസിഡന്റിനെയും അന്നത്തെ കമ്മിറ്റിയും ഇതിനകത്ത് എടുത്തു പറയേണ്ട യൂത്ത് വിങ് ഒക്കെ അന്ന് എന്ത് കാര്യത്തിനും മുന്നോട്ട് ഉണ്ടായിരുന്നാണ് അന്നത്തെ യൂത്ത് വിങ്. അപ്പോൾ ഹാഷിം പ്രസിഡന്റ് ആയിട്ടുള്ള ആ ഒരു കമ്മിറ്റി. അതെ. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ നാടിനും കൂടി നമ്മൾ നിന്നതിന്റെ ഭാഗമാണ്. അതിനോടൊപ്പം ഒരുപാട് നാട്ടുകാരും ഇതിന്റെ ഒപ്പം കട്ടയ്ക്ക് കൂടെ നിന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ. എനിക്ക് തോന്നുന്നു നമ്മളെ MICയുടെ ഭാഗത്തുള്ള ഒരു അബ്ദുൽ കലാം APJ അബ്ദുൽ കലാം റോഡ് നിവാസി കൂട്ടായ്മ അവരെല്ലാ സമരത്തിനും മാത്രമല്ല അവിടെ എല്ലാവരും അതിൽ പങ്കെടുത്തിരുന്നു. പ്രത്യേകം പ്രശംസ അറിയിക്കുന്ന അത് പ്രത്യേകിച്ച് നാട്ടുകാരെന്നുള്ള നിലക്ക് APJ അബ്ദുൽ കലാം റോഡിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ പങ്കെടുത്തതായിട്ട് എൻ്റെ ഓർമ്മയിൽ. അതുപോലെ തന്നെ അവിടെയുള്ള എനിക്ക് സത്യേട്ടനൊക്കെ അന്ന് അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ ഓർമ്മ. അദ്ദേഹം വ്യാപാര വ്യവസായ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. നമ്മളായിട്ട് നല്ലോണം സഹകരിച്ച ആൾക്കാർ. MP ഒക്കെ കിടന്നുറങ്ങി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കണ കണിയാണ് ഞങ്ങളായിരുന്നു. കാരണം ഞങ്ങൾ ആ സമയത്ത് ചെല്ലുമ്പോൾ MP എണീക്കുന്നുണ്ടാവുള്ളൂ. ഒരു 7 മണി പറയും ഞങ്ങൾ 3 മണിക്ക് വന്ന് കിടന്നിട്ടുള്ളൂ എന്നൊക്കെ മൂപ്പര് പറയും. പക്ഷേ ഞങ്ങൾ 7-7:30 ആകുമ്പോഴത്തേന് മൂപ്പര് എണീറ്റിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ പത്രവും പാലിൻ്റെ കുപ്പിയൊക്കെ കൊടുക്കണം ഞങ്ങളിൽ. അത്രയും ടൈം നേരത്തെ ഞങ്ങളവിടെ എത്തും. കാരണം അവിടെ 1/2 മണിക്കൂറാണ് നമുക്ക് ടൈം കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിന് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ചെല്ലും. അവിടുത്തെ നമുക്ക് അത്യാവശ്യം ഇതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് MP ഉണ്ട്. അവിടെ നിന്ന് പിന്നെ നേരെ തിരിച്ച് നമ്മളെ MLAയുടെ വീട്ടിൽ പോകും. MLAയുടെ വീട്ടിൽ MLA ഫുൾ സപ്പോർട്ട്, ഫുള്ളായിട്ട് എന്തൊക്കെ വേണം അതെല്ലാം അവരെ കൊണ്ടാവുന്ന രീതിയിൽ നമുക്ക് ചെയ്തു തന്ന ആളിന് നമ്മളെ ടൈസൺ മാസ്റ്റർ. ഞാൻ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട് ഈ കാര്യത്തിന്, നിങ്ങൾ കൂടെ വന്നിട്ടുണ്ട്. അതിന് ഒരുപാട് ഒരുപാടെന്ന് വെച്ചാൽ അവരെ കൊണ്ടാവണം എന്താണോ അതെല്ലാം നമ്മൾക്ക് ചെയ്തു തന്നതും ഉപദേശം തന്നതും ഒക്കെ അവരും കൂടിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ നമ്മൾ മന്ത്രിമാരെ കണ്ടിരുന്നു. അതുപോലെ അബ്ദുള്ളക്കുട്ടി, അതുപോലെ സുരേഷ് ഗോപിയുടെ എനിക്ക് തോന്നുന്നു 2 പ്രാവശ്യം കണ്ട് ഷൂട്ടിങ് സ്ഥലത്ത് പോയിട്ട് സുരേഷ് ഗോപിനെ കണ്ട്. പക്ഷേ നമുക്ക് കാര്യങ്ങൾ അവിടെ നടന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ സുരേഷ് ഗോപിനെ കാണാൻ പോയി. അതുപോലെ യൂസഫ് അലിനെ 2 പ്രാവശ്യം കാണാൻ പോയി. യൂസഫ് അലിക്കാനെ കാണാൻ പറ്റിയിരുന്നു. അവരായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റില്ല ഇതിനെക്കുറിച്ച്. നമ്മളെ ആവശ്യങ്ങൾ സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെയും ഈ പറഞ്ഞതുപോലെ സപ്പോർട്ട് ചെയ്തത് MP MLA അത്യാവശ്യം നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ പഞ്ചായത്തിലെ പ്രസിഡന്റുമാരും അതുപോലെ നമ്മളെ വ്യാപാരി വ്യവസായയുടെ ആദ്യത്തെ ഘട്ടത്തിലൊക്കെ പരിപാടികൾക്ക് വെക്കുമ്പോൾ നമ്മളെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നൊക്കെ അവരൊക്കെ വന്നിരുന്നു, ഈ പ്രസിഡൻ്റൊക്കെ. ഇതിലേ നമ്മൾ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അന്ന് ലാസ്റ്റ് പോക്കിട്ട ഞങ്ങളിതറിയാൻ വേണ്ടി ലാസ്റ്റ് പോണത് നമ്മളെ മുബാർക്കുണ്ട്, റഫീഖ, ഞങ്ങൾ 3 ആൾ കൂടിയിട്ടാണ് ഞങ്ങൾ ലാസ്റ്റ് പോയത്. പോണ സമയത്ത്
ആദ്യം ഞങ്ങൾ ചെന്നപ്പോൾ ഇവർ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് വേറെ വർക്കുകളൊക്കെ ഉള്ളതാണ്, അതിൻ്റെ പേരിൽ ഓഫീസറെ കാണാൻ പറ്റില്ല എന്നൊക്കെ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രസിഡൻറ്റ് പറഞ്ഞു ഞങ്ങളിത് കണ്ടിട്ടാൽ പോളൂ, ഞങ്ങൾ 9-10 മാസത്തോളം അതിൻ്റെ പിന്നാലെ നടക്കണം, ഞങ്ങൾ എന്തായാലും കണ്ടിട്ടാൽ പോളൂ, നീ ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്ന്. അത് കഴിഞ്ഞിട്ട് ആൾ പയ്യൻ ചായ കൊണ്ടു തന്ന്, ഞങ്ങൾ ചായ കുടിച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഓഫീസറെ ഞങ്ങൾ കണ്ട്. ആ സമയത്താണ് അറിയുന്നത് ഞങ്ങളിതിൻ്റെ വിവരം അറിയാൻ വേണ്ടി പോയതാണ്, ഏതുവരെ എത്തി, ഇനിയിപ്പോൾ നമ്മൾ അടിപ്പാതയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പോയ പിന്നെ അവർ പറയുന്നത് അനുവദിച്ചെന്ന്. അപ്പോൾ നമ്മൾക്കുണ്ടായ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ തന്നെ ഗ്രൂപ്പിലൊക്കെ ഇടാൻ പോയി. പിന്നെ ആലോചിച്ച് എല്ലാവർക്കും നല്ല നമുക്കിത് കിട്ടിയിട്ടുണ്ടായില്ല, അതിന് എന്താ പറയുക, അതിൻ്റെ ഒരു സാങ്ഷൻ രേഖാമൂലം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രേഖാമൂലം കിട്ടിയതിന് ശേഷം എല്ലാവരും അറിയിക്കുക എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ സർപ്രൈസാക്കി വെച്ച് നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ച് എല്ലാവരും അറിയിച്ചത്. അതൊരു വലിയൊരു സംഭവമായിരുന്നു. ഇതിൽ നീ ഇപ്പോൾ പറഞ്ഞതിൽ വെച്ചിട്ട് എനിക്ക് തോന്നിയൊരു കേസ്, നമ്മൾ ഈ നാട്ടുകാർ എല്ലാവരും ഇതിനു വേണ്ടി കണ്ടമാനം പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവരും റഫീഖയുടെ നേതൃത്വത്തിലാണ് അത് വന്നെന്നുള്ളത്. അതേപോലെ തന്നെ നമ്മളെ ഇല്യാസ്ക തീരദേശ വികസന സമിതി ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം VUP കൊണ്ടുവരും എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കിട്ടട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ഇല്യാസ്കയുടെ കൂടെ തന്നെ മറ്റേ നസീർക്ക, അതുപോലെ തന്നെ നൗഷാദ്ക്ക, ഇവരൊക്കെ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ പറയേണ്ടത്, ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരാൾ റഫീഖാണെങ്കിൽ അതോടൊപ്പം തന്നെ ഉബൈദ്ക്ക ഇതിൻ്റെ ഒപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. നജീബ്, നമ്മളെ മെമ്പർ ഷമീർക്ക, അതുപോലെ തന്നെ പോൾ സേട്ടൻ, അതുപോലെ ഈ APJ അബ്ദുൽ കലാം റോഡ് നിവാസി കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാ സമരത്തിനും. ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഇതിപ്പോൾ ഞാനിവരോടൊക്കെ നന്ദി പറയുന്നതിൽ, ഈ ഒരു സമരം സ്റ്റാർട്ട് ചെയ്തത് 3 വീഡിയോയിൽ നീ ഏറ്റവും വലിയ സമരം എന്ന് പറഞ്ഞില്ലേ, ആ സമരത്തിൻ്റെ അതെ, അതായത് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ഹമീദ്ക്ക, വിനോദേട്ടൻ, ഇവരൊക്കെ ഇതിന് വേണ്ടിയിട്ട് മുഖ്യപ്രഭാഷണം നടത്തിയത് ഹമീദ്ക്കായിരുന്നു, ഉദ്ഘാടനം ചെയ്തത് ടൈസൺ മാഷായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിലും നന്ദി പറയാനുള്ള ഇത് എനിക്കാണ് കിട്ടിയത്. അപ്പോൾ ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോഴും അതിന് നന്ദി ഞാൻ എന്ന് പറയുകയാണ്. ഇവരോടൊക്കെ തീരാത്ത നന്ദി 3 വീഡിയോയിലെ കച്ചവടക്കാരൻ എന്ന നിലയിൽ എനിക്കും ഇവിടുത്തെ എല്ലാ കച്ചവടക്കാർക്കും ഉണ്ട്. കാരണം ഈ ഒരു അടിപ്പാത ഇല്ലെങ്കിൽ ഒരു പരിധിവരെ ഒരു 80% കച്ചവടം നമ്മളെ 3 വീഡിയോക്കാരില്ലാണ്ടായി പോകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിലൊക്കെ ഈ പറഞ്ഞ ആളുകളോടൊക്കെ പ്രത്യേകം നന്ദി പറയാം. എല്ലാവരുടെയും കൂടി ഒരു കൂട്ടായ്മ ഉണ്ടായതിൻ്റെ പേരിലാണ് ഈ ഒരു അടിപ്പാത നമുക്ക് തുറന്നു കിട്ടിയത്. നമ്മളിപ്പോൾ അതിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഇവരോടൊക്കെ ഒരു നന്ദി സൂചകമായിട്ടാണ് അതിനകത്ത് കൂടെ നമ്മൾ പോകേണ്ടിയിരിക്കുന്നത്. കാരണം റഫീഖയുടെ പ്രവർത്തനം പ്രത്യേകം എടുത്ത് പറയണം. അതോടൊപ്പം തന്നെ ഇവരെല്ലാവരും കൂടെ നിന്നതിൻ്റെ പേരിലാണ് നമുക്ക് കിട്ടിയത്. ഉബൈദ്ക്കയുടെ എല്ലാ കാര്യത്തിനും അവരൊരു ആക്സിഡൻ്റ് ഉണ്ടായ കേസൊക്കെ ഉണ്ട്. അവരിതിനു വേണ്ടി പോയി വന്നിട്ടാണ് അത് സംഭവിച്ചത്. തിരുവനന്തപുരത്ത് പോയി വന്നിട്ട് ടയേർഡായിട്ട് സംഭവിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഉബൈദ്ക്കയുടെയൊക്കെ പ്രവർത്തനം നമ്മൾ പറഞ്ഞാൽ തീരില്ല. അത്രയും എല്ലാവരോടും പ്രത്യേകം നന്ദി പറയേണ്ടത് ഈ ഒരു അടിപ്പാതയ്ക്ക് വേണ്ടിയിട്ട്. അത് ഈ കച്ചവടക്കാരൻ എന്ന നിലയിൽ ഞാൻ അവരോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും.